ഇതെന്താണെന്നറിയോ? സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ഉലുവ മുളപ്പിച്ചതും ചെറുപയറും മുളപ്പിച്ചതും കൂടിയുള്ള തോരനാണ് കേട്ടോ. നമുക്ക് മുളപ്പിച്ച ഉലുവയും ചെറുപയറും കൂടി ഒരു തോരനാണ് കേട്ടോ. രണ്ടും മുളപ്പിച്ചാണ്. അപ്പം അടിപൊളി സംഭവമാണ്. അപ്പം നമുക്കൊന്ന് നോക്കാം. ഇതിലേക്ക് ഇത്രയും സാധനങ്ങൾ ചതച്ചെടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. 1.5 ടീസ്പൂണ് കടുക്, വെളിച്ചെണ്ണയാണ് കേട്ടോ. ഒന്ന് പൊട്ടട്ടെ, എന്നിട്ട് ബാക്കി സാധനങ്ങൾ ഇടാം. ഇത് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഉഴുന്ന് 1 ടീസ്പൂണ്, 1.5 ടീസ്പൂൺ അരി ഒന്ന് മൂക്കട്ടെ കേട്ടോ. കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അത് കഴിഞ്ഞാൽ നമ്മൾ ചതച്ച് വെച്ചേക്കണ ഉള്ളിയും തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറിയാൽ നമുക്ക് ഉലുവയും മുളപ്പിച്ച പയറും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മുളപ്പിച്ച ചെറുപയറിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം. ഒരുപാട് നല്ല ഗുണങ്ങളുള്ളതാണ്. പ്രോട്ടീനും ഫൈബറും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഉലുവ കൊളസ്ട്രോളിനും മറ്റേ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ നല്ലതാണ്. പിന്നെ വെയിറ്റ് കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ദിവസം കാലത്ത് മുളപ്പിച്ച ഉലുവ 1 സ്പൂൺ കഴിക്കുന്നത്. ഒരുപാട് ഗുണങ്ങളുള്ള കേട്ടോ. രണ്ടും മുളപ്പിച്ചതാവുകൊണ്ട് തന്നെ ഇടയ്ക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഇങ്ങനെ വെച്ച് കഴിക്കണം നല്ലതാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഉപ്പും കൂടി ഇടണം കേട്ടോ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി നോക്കിയിട്ട് വെന്ത് വന്നിട്ട് വേണമെങ്കിൽ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ പച്ചക്കല്ല ഇട്ടേക്കണേ. അപ്പം ചെറുതായിട്ടൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. 1/2 ഗ്ലാസ്. ഒന്ന് വേവണമല്ലോ. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മളുടെ തോരൻ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഓഫാക്കാം. ഒരു പാത്രത്തിലേക്ക് എടുക്കാതെ. നല്ല സൂപ്പർ സാധനം കേട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. ഉലുവയുടെ കയ്പൊന്നും ഉണ്ടാവില്ല. പലർക്കും സംശയം ഉണ്ടാവും ഉലുവ കഴിക്കുമെന്ന്. ഒന്നുമില്ല കേട്ടോ. നമ്മൾ കുറച്ചേ ചേർക്കണുള്ളൂ ഉലുവ. അതിൻ്റെ 3 ഇരട്ടി നമ്മൾ ചെറുപയർ ചേർക്കുന്നുണ്ട്. വളരെ പോഷക സമൃദ്ധമായ ഒരു തോരനാണ് കേട്ടോ.